ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെറ്റീരിയൽസിൻ്റെയും കിറ്റിൻ്റെയും ഒന്നും വീഡിയോ അല്ല, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എല്ലാവരും ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡ് ചെയ്ത് കണ്ടിട്ട് വെറൈറ്റി ഇതുപോലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗൻസ ക്ലോത്തിൽ സൺഫ്ലവർ വരുന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് മാച്ചായിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈനിൽ മാച്ചായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്ക് വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ചൊരു ലുക്കായിട്ട് ഇരിക്കുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തരം ഗ്ലാസ് ബീഡ്സ് ആണ്, ഫ്ലവർ ബീഡ്സ് ആണ്. ഇത് മിക്സ് ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ചൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി പോർഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പേളാണ്. ഈ 3mm പേൾസാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഐറ്റംസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുൻപത്തെ വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ടാണെങ്കിലും ഇത് കുറച്ചൊരു ഹെവി ലുക്ക് തോന്നിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വയർ ബോ ആണ് എടുത്തിട്ടുള്ളത്. 2 വയർ ബോ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2 അറ്റങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ച് ആദ്യം B7000 ആണ് ഞാൻ ഗ്ലൂവിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നല്ല ടൈറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വൈറ്റ് പേൾ ഇട്ട് കൊടുക്കാം. വൈറ്റ് പേളിന് പകരം നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വേറെ ഏതെങ്കിലും കളർ പേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേഴ്സ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഫുള്ളായിട്ടും വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയറും ഇതുപോലെ പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. ബാക്കി നമുക്ക് വേണ്ട ബീഡ്സ് ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറിൽ അതാ ഇത്രയും നമ്മൾ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കളർഫുൾ ബീഡ്സ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നതിന് അനുസരിച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ലെവലാക്കി വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഫ്രണ്ടിലേക്കാക്കി കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 8-10 ബീഡ്സ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബോയും നന്നായിട്ട് നമ്മൾ ബീഡ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള എൻഡ് ടേപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അതൊരു 1.5 ഇഞ്ച് മതിയാവും. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് താഴെ കാണുന്ന ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നല്ല ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നാൽ കാണാൻ കുറച്ചൊരു എലഗൻറ്റ് ലുക്കും എന്താ പറയുക, കുറച്ചൊരു ഹെവി ഡിസൈനും ഒക്കെയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഐറ്റംസുമാണ്. നമുക്ക് വലിയ വിലക്ക് കൊടുക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ നമുക്ക് ഫോട്ടോസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.